മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് വരുമ്പോൾ ആഴ്ചകൾക്ക് മുമ്പ് സൗദി അറേബ്യയിൽ വെച്ച് മരണപ്പെട്ട മകന്റെ മൃതദേഹവും കാത്തിരിക്കുകയാണ് കൊച്ചിയിൽ ഒരു കുടുംബം. കപ്പൽ ജീവനക്കാരനായിരുന്ന ചെല്ലാനം സ്വദേശി എഡ്വിൻ ഗ്രേഷ്യസ് ആണ് ജോലി സ്ഥലത്തുണ്ടായ അപകടത്തിൽ മരിച്ചത്. എന്നാൽ നിയമ നടപടികൾ പൂർത്തിയാക്കാത്തത് മൂലം മൃതദേഹം നാട്ടിലെത്തിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല. ബോഡി എങ്ങനെയെങ്കിലും എനിക്ക് കാണാൻ പറ്റിയ രീതിയിൽ സാഹചര്യം ഒരുക്കണം. എൻ്റെ അമ്മയാണെങ്കിലും തളർന്ന് കിടക്കുകയാണ്. ദുഃഖം താങ്ങാനാവാതെ എൻ്റെ കുടുംബത്തിന് അത്താണിയായ മകനാണ്. കുടുംബം പുലർത്തിക്കൊണ്ടുപോയ ആളാണ്. ഞാൻ ഒരു രോഗാവസ്ഥയിൽ നിൽക്കുന്ന ആളാണെങ്കിലും കൂടി കാലിനുമൊക്കെ പല സ്ഥലത്തൊക്കെ വേദനയും സർജറി കഴിഞ്ഞ ശേഷം പല ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന ആളാണ്. നമുക്ക് എത്രയും പെട്ടെന്ന് ആ ബോഡി കിട്ടി നമുക്ക് മകനൊന്ന് നേരിട്ടൊന്ന് കാണാനായിട്ടുള്ള ഒരു ആഗ്രഹമാണ് മനസ്സിൽ നിൽക്കുന്നത്. ആഗ്രഹമെങ്കിലും ഒന്ന് നടത്തി തന്നാൽ മതി. മത്സ്യത്തൊഴിലാളിയായ വിൽസൺ വള്ളത്തിൽ ജോലി ചെയ്യുമ്പോഴാണ് കഴിഞ്ഞ മാസം 12-ന് മകൻ്റെ അപകടം സംബന്ധിച്ച ഫോൺ സന്ദേശം എത്തുന്നത്. കപ്പലിൽ നിന്ന് കയർ തട്ടി കടലിലേക്ക് തെറിച്ചു വീണുവെന്നാണ് കമ്പനി അറിയിച്ചത്. സൗദിയിലെ സാമിൽ മറൈൻ എന്ന കമ്പനിയിലാണ് എഡ്വിൻ ജോലി ചെയ്തിരുന്നത്. സഫാനിയ എന്ന സ്ഥലത്ത് റിഗിന് അടുത്തായിരുന്നു അപകടം. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ലാബ് റിപ്പോർട്ടിനായി കാത്തിരിക്കുന്നു എന്നാണ് കമ്പനി ഈ ദിവസങ്ങളിൽ കുടുംബത്തെ അറിയിച്ചത്. കൂടുതൽ വിവരങ്ങളും അവർ കൈമാറിയില്ല. 27-കാരനായ എഡ്വിൻ്റെ മരണവിവരം അറിഞ്ഞതു മുതൽ സങ്കടക്കയത്തിലാണ് കുടുംബം. വൈകുന്ന കുറേ ഫോർമാലിറ്റീസ് ഉണ്ടെന്നാണ് പറയണത്. അവർക്ക് നടപടിക്രമങ്ങളിൽ ചില വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ കൈകാര്യം ചെയ്ത ശേഷമേ ബോഡി തിരികെ കിട്ടുള്ളൂ എന്നാണ് അവർ പറയണത്. അൽക്കോബാർ എന്ന സ്ഥലത്താണ് ഈ സംഭവം നടന്നത്. 1000 കിലോമീറ്റർ അകലെയാണ്. സൗദി അറേബ്യ പോർട്ടുമായിട്ട് 1000 കിലോമീറ്റർ അകലമുണ്ടെന്നാണ് പറയണത്. അവിടെ നിന്ന് ഈ ബോഡി കൊണ്ടുവന്ന് ഹബ്ജി എന്ന് പറയുന്ന ഹോസ്പിറ്റലിനാണ് ബോഡി സൂക്ഷിച്ചിരിക്കുന്നത്. അവിടെ നിന്ന് 300 കിലോമീറ്റർ അകലെ കൊണ്ടുപോയാണ് ഇപ്പോൾ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തേക്കുന്നത്. ദമാമിൽ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് അറിവ് കിട്ടിയിട്ടുണ്ട്. എന്നിരുന്നാലും അതിൻ്റെ പേപ്പർ വർക്കുകളൊക്കെ കാര്യമായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ കാര്യം ഒന്നും ഫൈനലിൽ എത്തണില്ല കാര്യങ്ങളൊന്നും. ഇപ്പോൾ 19 ദിവസത്തോളം ആയില്ലേ എൻ്റെ മകൻ എന്നെ വിട്ടുപിരിഞ്ഞ് പോയിട്ട്. ആരാണെങ്കിലും ഇടപെട്ടുണ്ട് എൻ്റെ മകനെ ഒന്ന് കാണാനായിട്ടുള്ള ഭാഗ്യമെങ്കിലും കിട്ടിയാൽ മതി. 4 മാസം മുൻപാണ് എഡ്വിൻ്റെ വിവാഹം കഴിഞ്ഞത്. അനുജനും മാതാപിതാക്കളും അടങ്ങുന്ന കുടുംബത്തിൻ്റെ നെടുംതൂണായിരുന്നു ഈ യുവാവ്. മകനെ അവസാനമായി ഒന്ന് കാണാൻ പ്രവാസി വ്യവസായി യൂസഫ് അലി അടക്കമുള്ളവർ ഇടപെടണമേ എന്ന് അപേക്ഷിക്കുകയാണ് പിതാവ്. യൂസഫ് അലി സാറിനെ പോലത്തെ ആളുകളെങ്കിലും ഈ മനുഷ്യനെ ദുഃഖം അറിയുന്നവർ, ആ ദുഃഖം അറിയുന്നവരെങ്കിലും എൻ്റെ മകനെ എനിക്കൊന്ന് കാണാനായിട്ടുള്ള ഒരാഗ്രഹമുണ്ട്. യൂസഫ് അലി സാറൊക്കെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, ഈ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടൊക്കെ പോരാടുന്ന ആളുകളല്ലേ. അവർക്ക് വേണ്ടിയിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണവരല്ലേ. ക്യാമറമാൻ KP ധനേഷിനൊപ്പം ഡാനി പോൾ, News 18 കൊച്ചി. ഡാനി പോൾ തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഡാനി ആ വീട്ടിലാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. അവിടെ ആ കുടുംബത്തിൻ്റെ അവസ്ഥ അത് അങ്ങേയറ്റം വിവരിക്കാൻ കഴിയാത്തതാണ്. 4 മാസം മുമ്പ് വിവാഹം കഴിഞ്ഞ ഒരു യുവാവാണ് മരണപ്പെട്ടു എന്ന പേരും കുടുംബത്തിന് മുന്നിലുണ്ട്. പക്ഷേ മൃതദേഹം ഇതുവരെയും കണ്ടെത്താൻ നാട്ടിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ ഈ വാർത്ത സംപ്രേഷണം ചെയ്തതിന് ശേഷം, ഡാനി ആ കുടുംബത്തെ കണ്ടതിന് ശേഷം എന്തെങ്കിലും പുതിയ അപ്ഡേറ്റുകൾ അവർക്ക് ലഭ്യമായിട്ടുണ്ടോ? ആരെങ്കിലും പുതിയതായി ഇടപെട്ടിട്ടുണ്ടോ? നാട്ടിലേക്ക് മൃതദേഹം എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമാണോ? സജിത, ഇവിടെ തുടർ നടപടികൾ അത് പുരോഗമിക്കുന്നു എന്നുള്ളൊരു വിവരം മാത്രമേ ഇവർക്ക് മുന്നിലുള്ളൂ. അത് എല്ലാ ദിവസവും ഈ കമ്പനി അധികൃതർ, സാമിൽ എന്ന ഒരു ഷിപ്പിംഗ് കമ്പനിയാണ്, അതിന് എല്ലാ ദിവസവും അങ്ങനെ ഒരു അപ്ഡേഷൻ ലഭിക്കുന്നൊരു സംവിധാനവുമല്ല. ഇടയ്ക്ക് അവർ വിളിക്കുമ്പോൾ ലഭ്യമാകുന്നത് ഇതാണ്, അതിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ കഴിഞ്ഞു, ലാബ് റിപ്പോർട്ടിന് വെയിറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളൊരു കാര്യം മാത്രമാണ് നൽകിയത്. മറ്റുള്ളവർ, അതായത് പീഡൻ MP അടക്കമുള്ളവർ കാര്യമായിട്ട് തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് കുടുംബം പറയുന്നത്. നിലവിൽ അവിടെ ഉള്ള ഒരു അവധികളും അതോടൊപ്പം തന്നെ ഈ അപകടം സംഭവിച്ചടുത്ത് നിന്ന് ഒത്തിരി അകലെയാണ്, ഏതാണ്ട് 1000 കിലോമീറ്റർ അകലെ വെച്ചാണ് അപകടം സംഭവിക്കുന്നത് സിറ്റിയിൽ നിന്ന്. പിന്നീട് 300 കിലോമീറ്റർ അകലെയുള്ള ഒരു ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുന്നത്. അപ്പോൾ ഈ ദൂരവും കാര്യങ്ങളും എല്ലാം തന്നെ വിഷയമായിട്ടുണ്ട്. പിന്നീട് ഇതൊരു അപകട മരണമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു നടപടികൾ പുരോഗമിക്കുന്നുവെന്ന് അതെല്ലാം നമുക്ക് മുന്നിലുണ്ട്. എങ്കിൽ കൂടിയും ഈ ദിവസം ഏതാണ്ട് 20 ദിവസം പിന്നിടുകയാണ്. ഈ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ രീതിയിൽ എവിടെയാണ്
എവിടെയാണെങ്കിലും ഈ ഒരു ദുരന്തം സംഭവിച്ചു കഴിഞ്ഞാൽ അത് പിന്നീട് കുറേയെങ്കിലും അതിൽ നിന്ന് മാറി നടക്കുക, അല്ലെങ്കിൽ കുറച്ചെങ്കിലും അതിൽ നിന്ന് ലഘൂകരിക്കണം. അതെല്ലാം തന്നെ പൂർത്തീകരിക്കേണ്ടതുണ്ട്. സംസ്കാരമടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ പൂർത്തീകരിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട്. പക്ഷേ ഈ കുടുംബത്തിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അന്ന് ഒക്ടോബർ 12 ഈ വിവരം അറിഞ്ഞ അതേ ഇതിൽ തന്നെയാണ് അവർ നിൽക്കുന്നത്. നമ്മൾ അവിടെയാണ് ഉള്ളത് ഇപ്പോൾ. ഇവിടെ എഡ്വിൻ്റെ പിതാവ്, അതോടൊപ്പം തന്നെ എഡ്വിൻ്റെ ഭാര്യ ലാവണ്യ ദുബായിൽ നേഴ്സാണ്. അന്ന് ഈ വിവരം അറിഞ്ഞതിന് ശേഷം ഇവിടേക്ക് എത്തിയതാണ്. ലാവണ്യയുടെ പിതാവ് ഇവിടെയുണ്ട്, ഇടുക്കി സ്വദേശിയാണ്. അവരെല്ലാം അന്ന് ഇവിടേക്ക് എത്തിയതാണ്. ബന്ധുക്കളും എല്ലാം തന്നെ ഈ ദിവസങ്ങളിൽ ഇവിടെ ഉണ്ട്. മറ്റു പുതിയതായ ഒരു വിവരവും അവർക്ക് കൂട്ടിച്ചേർക്കാനില്ല. ഇപ്പോഴും ഒരു അനിശ്ചിതത്വം കാര്യങ്ങളും എല്ലാം തന്നെയാണ് നിലനിൽക്കുന്നത്. തൊട്ടടുത്തുള്ള സമീപത്തുള്ള ഒരു കുടുംബങ്ങൾ, അയൽവാസികൾ, ഇവരെല്ലാം തന്നെ ആശ്വസിപ്പിക്കാൻ ഇവിടേക്ക് എത്തുന്നു, വന്നു പോകുന്നു എന്നതാണ്. ഈ പരിസരവും എല്ലാം തന്നെ ഇതേ അവസ്ഥയിൽ എന്താണ് ഇനി ചെയ്യേണ്ടതെന്ന് അവർക്കറിയാത്തൊരു അവസ്ഥയിലെല്ലാം തന്നെയാണ് നിൽക്കുന്നത്.